അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് അമ്മാ ബഅദു ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹമുള്ള ഖുർആൻ പഠിതാക്കളെ, 50-ാം അധ്യായം സൂറത്ത് ഖാഫിലെ 35 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 5 വചനങ്ങളും കൂടെ 36 മുതൽ 40 വരെയുള്ള വചനങ്ങൾ അതിൻ്റെ അർത്ഥം പഠിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, തൊട്ടു മുമ്പിൽ പറഞ്ഞ ഏതാനും ആയത്തുകൾ സത്യവിശ്വാസികൾക്കും സത്യനിഷേധികൾക്കും പരലോകത്ത് അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥകളെ സംബന്ധിച്ചായിരുന്നല്ലോ. അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിച്ചിട്ടുള്ള വ്യക്തികൾക്ക് നരകത്തിൻ്റെ ശിക്ഷ ലഭിക്കുന്ന കാര്യങ്ങൾ വളരെ വിശദമായിട്ട് പറഞ്ഞു. അതിൻ്റെ ശേഷം മുത്തഖികളായി ജീവിച്ചവർക്ക് സ്വർഗം ലഭിക്കുന്ന കാര്യവും അവിടെയുള്ള സുഖ സൗകര്യങ്ങളും അവരാഗ്രഹിക്കുന്നത് എന്തൊക്കെയുണ്ടോ അതും അവർ വിചാരിക്കുന്നതിൻ്റെ അപ്പുറവും എല്ലാം നമ്മളവിടെ വർദ്ധിപ്പിച്ച് വെച്ചിട്ടുണ്ട്, സജ്ജമാക്കി വെച്ചിട്ടുണ്ട് എന്ന കാര്യമൊക്കെ അള്ളാഹു പറയുന്നത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി തുടർച്ചയായിട്ട് 36-ാമത്തെ വചനം അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ആ ആയത്ത് നമുക്കൊന്ന് ഓതാം. 36-ാമത്തെ ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വകം അഹ്ലക്നാ ഖബ്ലഹും മിൻ ഖർനിൻ ഹും അശദ്ദു മിൻഹും ബത്ശൻ فنقبوا في البلاد هل من محيص. അള്ളാഹു ഓർമ്മപ്പെടുത്തുക. എന്താ നേരത്തെ പറഞ്ഞത്? പരലോകത്ത് ലഭിക്കുന്ന സ്വർഗ നരകങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുകയാണ്. അതിൽ സത്യനിഷേധികൾക്ക് അവരനുഭവിക്കുന്ന, അവർ ചെയ്തതുകൊണ്ട്, അവർ ഇഹലോക ജീവിതത്തിൽ ചെയ്തതുകൊണ്ട് അവർ അനുഭവിക്കേണ്ടി വരുന്ന ക്ലേശങ്ങളെ സംബന്ധിച്ച് ഒക്കെ വിശദീകരിച്ചു. അപ്പോൾ ഇനി അള്ളാഹു ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. എത്രയൊക്കെ സത്യങ്ങൾ വന്നു കിട്ടിയാലും, തെളിവുകൾ എത്ര തന്നെ ലഭിച്ചാലും, നിഷേധിക്കാൻ കഴിയാത്ത വിധമുള്ള സ്പഷ്ടമായ ലക്ഷ്യങ്ങൾ എത്രമാത്രം കണ്ടാലും അതൊന്നും അംഗീകരിക്കാത്ത ജനങ്ങളാണ് എന്നുമുള്ളത്. മഹാഭൂരിഭാഗം അങ്ങനെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ചെയ്യുമ്പോൾ ആ മക്കയിലുണ്ടായിരുന്ന പ്രബോധിത സമൂഹം മദീനയിലും നല്ലൊരു പങ്ക് അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ തുടർന്നുള്ള പറയുന്നത്, നിങ്ങൾ ഇങ്ങനെയൊക്കെ നിഷേധിച്ച് പോവുകയാണെങ്കിൽ, അള്ളാഹുവിനെ ധിക്കരിക്കുകയാണെങ്കിൽ, നിങ്ങളൊന്ന് ഓർക്കണം, നിങ്ങളുടെ മുൻ സമൂഹങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള ഒരുപാട് ശിക്ഷകൾ ഈ ദുനിയാവിൽ വെച്ച് അള്ളാഹു അവരെ സൃഷ്ടിച്ച പലതും നിങ്ങൾ കണ്ടറിഞ്ഞവരാണ്. നിങ്ങളുടെ യാത്രയിൽ അതിൻ്റെ പഴയ അടയാളങ്ങൾ, അതിൻ്റെ ശേഷിപ്പുകൾ, മുൻ സമൂഹത്തിൻ്റെ ശേഷിപ്പുകൾ നിങ്ങൾ നേരിട്ട് കണ്ടവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധിത സമൂഹത്തിൽ യാത്ര ചെയ്ത് ശീലമുള്ള, കച്ചവടത്തിനും മറ്റുമൊക്കെ യാത്ര പോകുന്നവർ മുൻഗാമികളായ നശിപ്പിക്കപ്പെട്ടവരുടെ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ചവരാണ്. അവരോട് അള്ളാഹു ഓർമ്മപ്പെടുത്തുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വകം അഹ്ലക്നാ ഖബ്ലഹും മിൻ ഖർനിൻ ഹും അശദ്ദു മിൻഹും ബത്ശൻ ഫനഖബൂ ഫിൽ ബിലാദി ഹൽ മിൻ മഹീസ്. വകം, എത്രയെത്ര, അഹ്ലക്നാ, നാം നശിപ്പിച്ചിട്ടുണ്ട്, ഖബ്ലഹും, ഇവർക്ക് മുമ്പ്, മിൻ ഖർനിൻ, എത്ര സമൂഹങ്ങളെ, എത്ര തലമുറകളെ, ഖർന് തലമുറ, എത്ര തലമുറകളെ ഇവർക്ക് മുമ്പ് നാം നശിപ്പിച്ചിട്ടുണ്ട്. മക്കയിലുള്ള മുശ്രിക്കുകളായ ആൾക്കാരോട് അള്ളാഹു പറയുകയാണ്, നിങ്ങൾക്ക് മുമ്പ്, ഇവരുടെ മുമ്പ്, ഈ ജനതയ്ക്ക് മുമ്പ് എത്ര സമൂഹത്തെ നമ്മൾ നശിപ്പിച്ചിട്ടുണ്ട്. ഹും, ആ ജനങ്ങളൊക്കെ, അശദ്ദു മിൻഹും ബത്ശൻ, ഇവരെക്കാളും കയ്യൂക്കുള്ളവരായിരുന്നു. ഹും, അവർ, അശദ്ദു, കൂടുതൽ ശക്തരായിരുന്നു, മിൻഹും, ഇവരെക്കാൾ, ബത്ശൻ, കയ്യൂക്കിൽ. അപ്പൊ ശരീരബലത്തിൽ, കായബലത്തിൽ, അല്ലെങ്കിൽ കയ്യൂക്കിൽ ഇവരെക്കാളുമൊക്കെ ശക്തന്മാരായിരുന്ന എത്രയോ തലമുറകളെ നമ്മൾ നശിപ്പിച്ചിട്ടുണ്ട്. ബത്ശൻ കയ്യൂക്കിൽ. ഫനഖബു, അങ്ങനെ അവർ കരണ്ടു നോക്കി, അഥവാ പരക്കം പാഞ്ഞു. അവരിങ്ങനെ ഓടിപ്പോയി. നനക്കബു, അവർ പരക്കം പാഞ്ഞു, അല്ലെങ്കിൽ അവർ കരണ്ടു നോക്കി. ഫിൽ ബിലാദ്, രാജ്യങ്ങളിലൂടെ, നാടുകളിലൂടെ അവർ കരണ്ടു നോക്കി, അഥവാ നാടുകളിലൂടെ അവർ ഓടി, രക്ഷപ്പെടാൻ വേണ്ടി പല ഭാഗത്തേക്കും ഓടി. ഹൽ മിൻ മഹീസ്, വല്ല രക്ഷാസ്ഥാനവും ഉണ്ടോ എന്ന് അവരന്വേഷിക്കുന്ന വിധത്തിൽ അവരിങ്ങനെ ഓടിക്കൊണ്ടിരുന്നു. ഒരു രക്ഷയുണ്ടായില്ല എന്നർത്ഥം. വല്ല ഓർമ്മപ്പെടുത്തുന്നത് മുൻ സമൂഹത്തിൻ്റെ ചില അവസ്ഥകളെ സംബന്ധിച്ചാണ്. അപ്പോൾ ഈ 36-ാമത്തെ ആയത്തിലെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് മുൻ സമൂഹത്തിൻ്റെ ചില അവസ്ഥകളെ സംബന്ധിച്ചാണ്. ഇവിടെ നശിപ്പിക്കപ്പെട്ട സമൂഹത്തെ പറ്റിയാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സംശയം ഉണ്ടാവും. അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിച്ച ജനങ്ങൾക്ക്, അവർക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ ലഭിച്ചു, ശരി. എന്നാൽ ഈ പ്രബോധിത സമൂഹം
അവർ ഒരുപാട് നന്മകൾ ആസ്വദിച്ച് ജീവിക്കുന്നവരാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് ജീവിച്ചവരാ. അപ്പോൾ ആ സമൂഹത്തോട് എന്തേ, മുൻഗാമികൾക്ക് ഒരുപാട് അനുഗ്രഹം ലഭിച്ച സമൂഹങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ, അള്ളാഹു തെരഞ്ഞെടുത്ത സമൂഹങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ, ഉന്നതമായ സ്ഥാനങ്ങൾ ദുനിയാവിൽ തന്നെ അള്ളാഹു നൽകിയ സമൂഹങ്ങൾ കഴിഞ്ഞു പോയില്ലേ, പ്രവാചകന്മാരായ രാജാക്കന്മാരുണ്ടായിരുന്നില്ലേ, ഒരുപാട് സമ്പത്ത് അള്ളാഹു നൽകിയ പ്രവാചകന്മാരുണ്ടായില്ലേ, സമൂഹങ്ങൾ വളരെ ഉന്നതമായി ജീവിച്ച പ്രവാചക സമൂഹം ഉണ്ടായിരുന്നല്ലോ, പ്രവാചകന്മാരുടെ ജനത ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവരെ ഒന്നും തന്നെ സൂചിപ്പിക്കാതെ ശിക്ഷിക്കപ്പെട്ട, അള്ളാഹുവിനെ ധിക്കരിച്ചതിൻ്റെ ഫലമായി ശിക്ഷിക്കപ്പെട്ട സമൂഹത്തെ മാത്രം എന്താ ഇവിടെ എടുത്തു പറഞ്ഞത്? നന്നായി ജീവിച്ചവരുടെ കാര്യം എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പം അതിന് മുഫസ്സിറുകളൊക്കെ, പ്രത്യേകിച്ച് ഇമാം റാസിയെ പോലെയുള്ളവർ വ്യക്തമായ മറുപടി പറയുന്നുണ്ട്. എന്താ കാരണം പറയുന്നതെന്നോ? അത് അവർ സുഖ സൗകര്യത്തോടുകൂടെ ജീവിക്കുമ്പോൾ അതിനെ സംബന്ധിച്ചൊന്നും പ്രത്യേകിച്ച് പറയേണ്ടതില്ല, അത് അവർ അനുഭവിച്ചിരിക്കുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അവർ അനുഭവിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുക, അതിനെപ്പറ്റി അവർ മറന്നിട്ടില്ല. ആ അനുഗ്രഹങ്ങൾ അവർ എങ്ങനെ അനുഭവിച്ച് ജീവിക്കുകയാണ്, അതങ്ങനെ അവർ ആസ്വദിച്ചു കൊണ്ടിരിക്കുക. ആ കാര്യത്തിൽ അവർക്ക് മറവിയും മറ്റൊന്നുമില്ല, അവർ കാണാത്തല്ല. എന്നാൽ അള്ളാഹുവിൻ്റെ ശിക്ഷയെ സംബന്ധിച്ച്, അള്ളാഹുവിൻ്റെ ഏകത്വത്തെ സംബന്ധിച്ച് ഒക്കെ, അത് അംഗീകരിക്കാതെ അത് വന്നാലുണ്ടാകുന്ന ഭയാനകതയെ സംബന്ധിച്ച് ഒക്കെ അവർ അശ്രദ്ധരാണ്. ഞങ്ങളിങ്ങനെ ഇവിടെ കിട്ടുന്ന സുഖ സൗകര്യങ്ങൾ അനുസരിച്ച് അതുപയോഗിച്ച് ജീവിച്ചാൽ അള്ളാഹുവിന് ഏത് സമയത്തും ഞങ്ങളെ പിടികൂടിയേക്കാം. അല്ല, ഇനി ഈ ദുനിയാവിൽ വെച്ച് പിടികൂടിയില്ലെങ്കിലും പരലോകത്ത് ചെല്ലുമ്പോൾ അവൻ്റെ വമ്പിച്ച ശിക്ഷ ഉണ്ടാവും എന്ന കാര്യത്തെ സംബന്ധിച്ച് അവർ അശ്രദ്ധരാണ്. അപ്പോൾ അശ്രദ്ധമായ കാര്യത്തെയാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. നിങ്ങളിങ്ങനെയൊക്കെ സുഖമായി ജീവിക്കുമ്പം അടിസ്ഥാനപരമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നെത്തും. ചിലപ്പോൾ അത് വിടുന്നുണ്ടാവും, വിടുന്നില്ലെങ്കിൽ പരലോകത്ത് മരണാനന്തരം എന്തായാലും ഉണ്ടാവും. അതിനെപ്പറ്റി നിങ്ങൾ ഓർക്കണം. അതിന് മുൻഗാമികളായ ചില സമൂഹങ്ങളുടെ ചരിത്രങ്ങൾ എടുത്ത് മുമ്പോട്ട് വെക്കുകയാണ്. എത്രയെത്ര സമുദായത്തെ നമ്മൾ നശിപ്പിച്ചിട്ടുണ്ട് ഇല്ലേ? നൂഹ് നബി അലൈഹിസ്സലാം, ഹൂദ് നബി അലൈഹിസ്സലാമിൻ്റെ സമൂഹം, സ്വാലിഹ് നബി അലൈഹിസ്സലാമിൻ്റെ സമൂഹം, അങ്ങനെ തുടങ്ങിയിട്ട് എത്ര ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ സമൂഹം, എത്രയോ സമൂഹങ്ങളെ പാടെ അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട്. അതിൽ പലതും ഈ പ്രബോധിത സമൂഹം അഥവാ മക്കാ മുശ്രിക്കുകൾ കേട്ടറിഞ്ഞവരാണ്, പല ശേഷിപ്പുകളിലൂടെയും നടന്നു പോയവരുമാണ് അവർ. അപ്പോൾ അവരോട് ഓർക്കാൻ പറയുക, നിങ്ങളിങ്ങനെ ജീവിച്ചാൽ, നിങ്ങളിങ്ങനെ ഇതിൽ സുഖലോലുപരായി ജീവിച്ചാൽ, അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിച്ചാൽ മുൻഗാമികൾക്ക് സംഭവിച്ചതുപോലെയുള്ള ശിക്ഷ ഒരു പക്ഷേ ഈ ദുനിയാവിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് ലഭിച്ചേക്കും. നിങ്ങൾ ഭയപ്പെടേണ്ടതാണ്. പരലോകത്ത് വെച്ച് എന്തായിരുന്നാലും അത് ലഭിക്കുക തന്നെ ചെയ്യും, നിങ്ങളത് സൂക്ഷിക്കേണ്ടതാണ് എന്ന കാര്യം അവർ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് മുൻ സമൂഹങ്ങളുടെ അവരെ ശിക്ഷിക്കപ്പെട്ട പല സംഗതികളും ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ഈ ആയത്തിൽ ഫനഖബു ഫിൽ ബിലാദ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ നശിപ്പിക്കപ്പെട്ട സമൂഹം ഭൂമിയിലൂടെ കരണ്ട് പോയിരുന്നു, കരണ്ട് നോക്കിയിരുന്നു എന്ന്. വെട്ടിയെടുത്ത് കരണ്ട് എടുക്കുക. അപ്പം അങ്ങനെ ഭൂമിയെ തുളച്ച്, പാറ വെട്ടിമാറ്റി ജീവിക്കാൻ ആവശ്യമാവുന്ന വിധത്തിൽ വാസയോഗ്യമാക്കിയിരുന്നു അവര് വിജനപ്രദേശങ്ങൾ അഥവാ മലമടക്കുകൾ, ആദ്യ സമൂഹത്തെ പോലെയുള്ളവർ. അത് ഖുർആൻ പറയുന്നുണ്ടല്ലോ, അല്ലദീന ജാബുസ്സഖ്റ ബിൽ വാദ്, താഴ്വരകളിലെ പാറ തുരന്നുണ്ടാക്കിയവരായിരുന്നു, തുരന്ന് വീടുണ്ടാക്കിയവരായിരുന്നു. അതായിരിക്കാം ഒരു പക്ഷേ ഉദ്ദേശിക്കുന്നത്, അല്ലാഹു അഅലം. അങ്ങനെയുള്ള അത്ര ശക്തന്മാരായിരുന്നു അവർ. രക്ഷപ്പെടാൻ വേണ്ടി പാറ തുരന്ന് നല്ല സുഖ സൗകര്യത്തോടുകൂടി ഒരപകടവും പറ്റാത്ത വിധത്തിൽ സുരക്ഷിതമായ വാസസ്ഥലങ്ങൾ സംവിധാനിച്ചവരായിരുന്നു അവർ. എന്നിട്ടും അവർക്ക് രക്ഷപ്പെടാൻ സാധിച്ചില്ല. വേറെ ചില അഭിപ്രായമുണ്ട്, നഖബു, അവർ പരക്കം പാഞ്ഞു എന്ന്. അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി അവർ പരക്കം പാഞ്ഞു ശിക്ഷ വരുന്ന സമയത്ത്. പക്ഷേ അവർക്കൊരു രക്ഷാമാർഗവും കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല. വേറെയും ചില വിശദീകരണങ്ങളുണ്ട്. അവർ ഭൂമിയിലൂടെ സഞ്ചരിച്ചവരായിരുന്നു. പരക്കം പാഞ്ഞു പറഞ്ഞാൽ ഭൂമിയിലൂടെ സഞ്ചരിച്ചവരായിരുന്നു, യാത്രയിലൂടെ. അവരുടെ കച്ചവട ആവശ്യത്തിനും മറ്റുമൊക്കെയുള്ള യാത്രയിലൂടെ സഞ്ചരിച്ചപ്പോൾ മുൻഗാമികൾക്ക് പറ്റിയ അബദ്ധങ്ങൾ, അവർക്ക് ലഭിച്ച വന്നു ചേർന്ന ശിക്ഷകൾ, അതൊക്കെ അതിൻ്റെ ശേഷിപ്പുകൾ അതൊക്കെ അവർ കണ്ടു മനസ്സിലാക്കിയവരാണ്. അങ്ങനെയും ഇവിടെ അർത്ഥം കൽപ്പിക്കപ്പെടുന്നുണ്ട്. ഒക്കെയായിട്ടും, ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും അവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു മാർഗവും മുൻഗാമികൾക്ക് ഉണ്ടായില്ല. അതുപോലെ ഈ പ്രബോധിത സമൂഹത്തോട് പറയാം, നിങ്ങൾക്കും അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് ഇതേപോലെയുള്ള ഭയാനകമായ ശിക്ഷ ലഭിച്ചേക്കും, നിങ്ങൾ സൂക്ഷിക്കുക, അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുക എന്നിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. 37-ാമത്തെ ആയത്ത്, ഇന്ന ഫീ ദാലിക ലദിക്റാ ലിമൻ കാന ലഹു ഖൽബുൻ ഔ അൽഖ അസ്സമഅ വഹുവ ശഹീദ്. ഇന്ന, തീർച്ചയായും, ഫീ ദാലിക, അതിൽ, ലദിക്റാ, ഓർമ്മക്കുള്ള വകയുണ്ട്, തീർച്ചയായും ഓർമ്മിക്കാനുള്ള വകയുണ്ട് ആ സംഭവങ്ങളിലൊക്കെ. ലിമൻ ഖാന,
ഒരുത്തന് ലഹു അവനുണ്ട്, അങ്ങനത്തെ ഒരുത്തന്, ലിമൻ കാന ലഹു ഉള്ള ഒരുത്തന്, കൽബുൻ ഹൃദയമുള്ളവന്, അല്ലെങ്കിൽ ചിന്തിക്കാനുള്ള കഴിവുള്ളവന്, മനസ്സുള്ളവന്. അപ്പൊ ഹൃദയമുള്ളവന് അതിൽ ഓർമ്മിക്കാനുള്ള വകയുണ്ട്. ഔ അൽഖസമ അല്ലെങ്കിൽ ചെവി കൊടുക്കുന്നവന്, ഔ അല്ലെങ്കിൽ അൽഖ കൊടുത്തു, സമ ചെവി കൊടുക്കുന്നവന്, അതായത് കേൾക്കാൻ തയ്യാറുള്ളവന്. വഹുവ അവൻ ഷഹീദ് ഇതെല്ലാം കേട്ട് സാക്ഷിയായവനുമാണ്. അങ്ങനത്തവന് കേൾക്കുന്നവന്, ഇതിന് സാക്ഷിയാവുന്നവന് ആവശ്യമായതൊക്കെ മനസ്സിലാക്കാനുള്ള എല്ലാം ഈ ചരിത്രത്തിലുണ്ട്. ഈ ആയത്തിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത് മുൻ സമൂഹത്തിന്റെ അവസ്ഥകൾ പഠിച്ചറിയുന്നവർക്ക്, അതും വേണ്ട വെറുതെ ഒന്ന് കേട്ടറിയുന്നവർക്ക്, അവർക്ക് ഉത്ബോധനം സ്വീകരിക്കാൻ ആവശ്യമായ തെളിവുകളൊക്കെ അതിലുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ലിമൻ ഖാന ലഹു ഖൽബ്, ഹൃദയമുള്ളവനെന്നാണ്. ഒരു ഹൃദയമുള്ള ആർക്കും ഇത് ഈ സംഭവത്തിൽ നിന്ന്, ഈ മുൻഗാമികളുടെ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ കഴിയും. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, അതൊന്നും ഇവർക്കില്ലല്ലോ. ഒന്ന് ചിന്തിക്കാനുള്ള ഒരു ഒരു ചിന്തിക്കാനുള്ള ഒരു താല്പര്യം പോലും അവർക്കില്ലല്ലോ. അവിടെ ഖുർആൻ പറഞ്ഞല്ലോ അത്തരക്കാരെ പറ്റി, അവർ സുമ്മും ബുക്കുമും ഉമ്മിയൂൻ, അവര് പൊട്ടന്മാരാണ്, കണ്ണ് കാണാത്തവരാണ്, ചെവിട് കേൾക്കാത്തവരാണ്, നാക്കുകൊണ്ട് സംസാരിക്കാൻ കഴിയാത്തവരാണ്. അങ്ങനത്തെവരാണ് അവര്. അല്ലെങ്കിൽ ഖുർആൻ വേറെടുത്ത് പറഞ്ഞില്ലേ, വഹും കല്ലന്നാമി ബൽഹും അവൽഹും അവല്, അവര് ഈ കന്നുകാലികളെ പോലെയാണ്, അതുമല്ല അതിനേക്കാളും പിഴച്ചവരാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ഖുർആൻ പറഞ്ഞതുണ്ട് ലിമൻ കാന ലഹു ഖൽബുൻ, ഒരു മനസ്സ്, ഒരു ഹൃദയമുണ്ടെങ്കിൽ, ഹൃദയമുള്ളവന് ഇതിൽ ചിന്തിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അവന് ഉത്ബോധനം സ്വീകരിക്കാൻ ഇത് തന്നെ മതി. എന്നിട്ട് ഖുർആൻ പറയുന്ന ആ അൽക്കസമഞ്ഞ, അതൊന്നും വേണ്ട, ചിന്തിക്കാന്നുള്ളത് അതിന് മെനക്കെട്ടിരിക്കണം, ആലോചിക്കണം, കേൾക്കാൻ തയ്യാറായി നിൽക്കണം, എന്നിട്ട് അതിനെ പറ്റി ഉറ്റ ആലോചിക്കണം. ആവും വേണ്ട അൽക്കസം, വെറുതെ ഒരു ചെവി കൊടുക്കാൻ അങ്ങോട്ട്, തുറന്ന ചെവിയല്ലേ, മൂടിയിട്ടിട്ടൊന്നുമില്ലല്ലോ, ആ ചെവി ഒന്നങ്ങ് ചെവി കൊടുത്തൂടെ, അവന് തന്നെ ഇതിൽ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുമല്ലോ. ഒന്ന് ചെവി കൊടുത്താൽ, ഒന്ന് കേട്ട് കഴിഞ്ഞാൽ മതി. അത്രയും വ്യക്തമാണ് മുൻഗാമികളുടെ ചരിത്രം, അത്രയും വ്യക്തമാണ് വിശുദ്ധ ഖുർആനിന്റെ ഉത്ബോധനങ്ങൾ. അതുകൊണ്ട് ഒന്ന് ചെവി കൊടുക്കി നിങ്ങൾ, പിന്നെ നിങ്ങൾക്കത് നല്ലതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ കൂടുതൽ ആലോചിച്ചോളിത. അപ്പോൾ വൽക്കസമ ഷഹീദ്, ഇതെല്ലാം കേൾക്കാൻ കഴിയുന്ന ഒരുത്തൻ ചെവിയെങ്കിലും ഒന്ന് അതിലേക്ക് കൊടുക്കട്ടെ എന്നാണ് ഈ ആയത്തിൽ അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. 37-ാം ആയത്തിൽ. 38-ാമത്തെ ആയത്ത്, വലഖദ് ഖലഖ്ന അസ്സമാവാതി വൽഅർള വമാ ബൈനഹുമാ ഫീ സിത്തത്തി അയ്യാം വമാ മസ്സനാ മിൻ ലുഗൂബ്. അള്ളാഹു വീണ്ടും ഓർമ്മപ്പെടുത്തുക, ഇനി നിങ്ങൾക്ക് മുൻഗാമികളുടെ ചരിത്രം അതൊന്നും കേൾക്കാനും അതിനെപ്പറ്റി പഠിക്കാനും ആലോചിക്കാനും എന്നുള്ള നേരല്ലേ, എന്നാൽ നിങ്ങൾക്കതാ വേറെ ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞുതരാമെന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. വലഖദ് തീർച്ചയായും, ഖലഖ്ന നാം സൃഷ്ടിച്ചിരിക്കുന്നു, അസ്സമാവാതി ആകാശങ്ങളെയും അല്ലെങ്കിൽ ഉപരിഭാഗത്തെയും, വൽ അർള ഭൂമിയെയും നാം സൃഷ്ടിച്ചിരിക്കുന്നു, വമാ ബൈനഹുമ അവയ്ക്കിടയിൽ എന്തൊക്കെയുണ്ടോ അതിനെയെല്ലാം നാം സൃഷ്ടിച്ചിട്ടുണ്ട്, ഫി സിത്തത്തി അയ്യാം 7 ദിവസങ്ങളിലായി, അല്ല 6 ദിവസങ്ങളിലായി, അഥവാ 6 ഘട്ടങ്ങളിലായി സൃഷ്ടിച്ചിരിക്കുന്നു. വമാ മസ്സന നമ്മെ ബാധിച്ചിട്ടില്ല, നമ്മെ സ്പർശിച്ചിട്ടില്ല, തീണ്ടിയിട്ടില്ല, മിൻ ലുഗൂബ് ഒരു ക്ഷീണവും നമ്മളെ തീണ്ടിയിട്ടില്ല. 6 ഘട്ടങ്ങളായി, അഥവാ 6 ദിവസങ്ങളെ കൊണ്ട് ആകാശങ്ങളെയും ഭൂമിയെയും അവയ്ക്കിടയിൽ എന്തെല്ലാം വസ്തുക്കളുണ്ടോ എല്ലാറ്റിനെയും നാം സൃഷ്ടിച്ചിരിക്കുന്നു. എന്നാൽ ഇതൊക്കെ സൃഷ്ടിച്ചപ്പം ഇത്രമാത്രം വാനഗോളങ്ങൾ, നക്ഷത്രങ്ങൾ, അല്ലെ, അതുപോലെ ഭൂമി, അതിൻ്റെ സംവിധാനം, അതിൽ സംവിധാനിച്ച വസ്തുക്കൾ കുറ്റമറ്റ വിധത്തിലെല്ലാം സംവിധാനിച്ച്, അങ്ങനെ ഇതൊക്കെ സംവിധാനിച്ചപ്പോൾ നമുക്ക് ഇത്ര വലിയൊരു സൃഷ്ടിപ്പൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ക്ഷീണം ബാധിച്ചോ? അങ്ങനെ നിങ്ങൾ ആരും വിചാരിക്കേണ്ട, യാതൊരു ക്ഷീണവും നമ്മളെ ബാധിച്ചിട്ടില്ല. ഈ ആയത്തിൽ 6 ദിവസങ്ങളിലായിട്ട് ആകാശഭൂമികളെ മുഴുവനും സൃഷ്ടിച്ചു, സംവിധാനിച്ചു എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ ഏതാണ് ഈ ദിവസം? ഇത് നാം കണക്കാക്കുന്ന വിധത്തിലുള്ള ദിവസമാണോ? അല്ല. സമയം, ദിവസം എന്ന് പറയുന്നത് സമയമാണല്ലോ. അപ്പോൾ സമയം എന്നുള്ളത് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ശേഷമാണ് സമയമുണ്ടായത്. സമയം എന്ന് പറഞ്ഞാൽ 2 സംഭവങ്ങൾക്ക് ഇടയിലുള്ള ആ ഗ്യാപ്പിനെയാണ്, ആ വിടവിനെയാണ് സമയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സമയം തന്നെ സൃഷ്ടിക്കപ്പെടുന്നത് സ്പേസ് വന്നതോടുകൂടിയാണ്, സ്പേസ് ഉണ്ടായതോടുകൂടിയാണ്. ഈ സ്പേസ് തന്നെ ഇല്ല, അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ പിന്നെ സമയമില്ല. അപ്പോൾ പിന്നെ എന്താണ് ദിവസം? അള്ളാഹു ഈ ഭൂമിയെ ആകാശങ്ങളെ മുഴുവൻ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദിവസം എന്നോ സമയം എന്നോ ഒന്നില്ല.
അപ്പൊ പിന്നെ എന്നതാണ് ഇങ്ങനെ ദിവസം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ചില സംവിധാനങ്ങളെ പറ്റി മാത്രം മനസ്സിലാക്കുക. അത് 6 ഘട്ടങ്ങളാണ്. 6 ഘട്ടങ്ങളിലായിട്ടാണ് ആകാശങ്ങളെയും ഭൂമിയെയും അതിലുള്ള എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ച് സംവിധാനിച്ച് ക്രമപ്പെടുത്തി വെച്ചത് അള്ളാഹു. അത് മാത്രമല്ല, ഈ 6 ദിവസങ്ങളെ കൊണ്ട് സൃഷ്ടിച്ചിട്ട് മുടങ്ങാതെ രാപ്പകലില്ലാതെ വിധം സൃഷ്ടിയിൽ തന്നെ ഏർപ്പെട്ട് പണിയെടുത്ത് ഇങ്ങനെ അള്ളാഹു ക്ഷീണിച്ചോ? ഇത് മറ്റ് വിശ്വാസികളോട്, പ്രത്യേകിച്ച് അഹ്ലി കിതാബുകാരോട്, ജൂതന്മാരോടുള്ള ഒരു മറുപടിയും കൂടെ ഉണ്ട്. അവർ പറയുന്നത് 6 ദിവസം സൃഷ്ടിക്ക് വേണ്ടി അള്ളാഹു അഥവാ ദൈവം യഹോവ ഉപയോഗപ്പെടുത്തി. എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചു. 7-ാമത്തെ ദിവസം വിശ്രമിക്കാനിരുന്നു, ക്ഷീണിച്ചു. എല്ലാം സൃഷ്ടിച്ച് പണിയെടുത്ത് ക്ഷീണിച്ച് 7-ാമത്തെ ദിവസം വിശ്രമിക്കാനിരുന്നു. അങ്ങനെയൊന്നില്ല. അങ്ങനെ അള്ളാഹു പറയുക, അങ്ങനെയായി 6 ഘട്ടങ്ങളായി ഇവയെല്ലാം പടച്ചുണ്ടാക്കി ആ അള്ളാഹുവായ എനിക്ക് ഒരു ക്ഷീണവും ബാധിച്ചിട്ടില്ല. ഖുർആനൊക്കെ ചോദിച്ചില്ലേ, അഫഅഈന ബിൽ ഖൽഖിൽ അവ്വൽ, ആദ്യ സൃഷ്ടിപ്പിൽ തന്നെ നമ്മൾ തളർന്നു പോയി എന്നാണോ ഇവരൊക്കെ വിചാരിക്കുന്നത്? ഇതിനെല്ലാം സൃഷ്ടിച്ച് കോടാനുകോടി നക്ഷത്ര സമൂഹങ്ങൾ, ഇല്ലേ, ഗാലക്സികൾ, സൗരയൂഥങ്ങൾ, എണ്ണിക്കണക്കാക്കാൻ കഴിയാത്തത്ര സൗരയൂഥങ്ങൾ, ഗോളങ്ങൾ, നക്ഷത്ര സമൂഹങ്ങൾ. ഓരോ നക്ഷത്ര സമൂഹത്തിലും ആയിരക്കണക്കിന് നക്ഷത്രങ്ങൾ, ആയിരക്കണക്കിന് ഗ്രഹങ്ങൾ. ഇവയെല്ലാം കൂടി നമുക്ക് ചിന്തിച്ചാൽ പോലും മനസ്സിലാകാത്ത വിധത്തിൽ, അറ്റം കിട്ടാത്ത വിധത്തിലുള്ള വസ്തുക്കളെ മുഴുവനും അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചു. ഇതൊക്കെ സൃഷ്ടിച്ചപ്പോൾ അള്ളാഹു ഒരു ക്ഷീണവും ഉണ്ടായിട്ടില്ല, ഒരു ക്ഷീണവുമില്ല. അള്ളാഹുവിന് വിശ്രമിക്കേണ്ട ആവശ്യവുമില്ല. ഒരു മറുപടിയും കൂടെയാണ്, ഒരു റദ്ദാണ്, ഒരു ഖണ്ഡനവും കൂടിയാണ് ജൂതന്മാരോടുള്ള ഒരു ക്ഷീണവും നമ്മളെ ബാധിച്ചിട്ടില്ല. ഇപ്പം ഈ ആയത്തിൽ പറയുന്നത് അള്ളാഹു പലതരത്തിലും മനുഷ്യബുദ്ധിയെ തട്ടി ഉണർത്തുകയാണ്. പ്രവാചകന്റെ പ്രബോധിത സമൂഹമായ മുശ്രിക്കുകളോടാണ് ഇത് വിശദീകരിക്കുന്നതെങ്കിലും എന്നുമുള്ള ജനങ്ങൾക്കുള്ള രേഖയാണിത്. എന്നുമുള്ള ജനങ്ങൾക്ക് ഉള്ള ഒരു ഉത്ബോധനവും അവർക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളുമാണ്. മുൻഗാമികളുടെ ചരിത്രം പറഞ്ഞു, അവർക്ക് വന്ന ശിക്ഷയെ സംബന്ധിച്ച് പറഞ്ഞു. അതുപോലെ ദുനിയാവിൽ ഇഹലോകത്ത് മനുഷ്യൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സൗകര്യങ്ങളെ, വസ്തുതകളെ സംബന്ധിച്ച് പറഞ്ഞു. ദുനിയാവിൻ്റെ ഘടന, ലോകത്തിൻ്റെ ഘടന, പ്രപഞ്ചത്തിൻ്റെ അവസ്ഥ എല്ലാം വിശദീകരിക്കുന്നു. എന്നിട്ട് ഇത് ചിന്തിക്കാനാണ് അള്ളാഹു പറയുന്നത്. ഇനി 39-40 ആയത്തുകൾ നമുക്ക് ഒന്നിച്ച് പഠിക്കാം. പരസ്പരം വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ആയത്തുകളാണ്. ഫസ്ബിർ അലാ മാ യഖൂലൂന വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബല തുലൂഇ ശംസി വഖബല ഖുറൂബ് വമിനൽ ലൈലി ഫസബ്ബിഹുഹു വഅദ്ബാറ സുജൂദ്. അല്ലാഹു ഓർമ്മപ്പെടുത്തുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാം, ഇത്രയൊക്കെ കാര്യങ്ങൾ ഇവർക്ക് പറഞ്ഞു കൊടുത്തിട്ടും, ഇത്രയെല്ലാം ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടും, മുൻഗാമികളുടെ ചരിത്രം മുതൽ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രപഞ്ച യാഥാർത്ഥ്യങ്ങൾ, പ്രപഞ്ചത്തിൽ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ, എല്ലാ കാര്യങ്ങളും അവരോട് ആവർത്തിച്ച് പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തിട്ടും അവരതൊന്നും അംഗീകരിക്കാതെ പിന്തിരിഞ്ഞു പോവുകയാണ്. അപ്പോൾ നീ എന്ത് ചെയ്യുക? അങ്ങനെ പിന്തിരിഞ്ഞു പോകുന്നവർ ഒരുപാട് ആക്രമിക്കുന്നു, നിന്നെ മുസ്ലിങ്ങളെ, വിശ്വാസികളെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു, അവരെ ഉപദ്രവിക്കുന്നു, അവിശ്വസിക്കുന്നു പ്രവാചകന്മാരിൽ, പ്രവാചകരെ തള്ളിക്കളയുന്നു, പ്രവാചകരെ പോലും കൊല ചെയ്യാൻ അവർ ശ്രമിക്കുന്നു. മുൻകാലത്ത് പല പ്രവാചകന്മാരും കൊല്ലപ്പെട്ടു. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ ഈ തിരിഞ്ഞു കളയുന്നതോ അവർ നിന്നെ ഉപദ്രവിക്കുന്നതോ വിചാരിച്ചുകൊണ്ട് അത് അങ്ങനെ അവർ ഉപദ്രവിക്കുന്നതിൽ നിനക്കൊരു മനക്ലേശവും ഉണ്ടാവണ്ട. നിന്റെ പ്രബോധനത്തിൽ നിനക്കൊരു മടുപ്പും അവിടെ ഉണ്ടാവേണ്ടതില്ല. മനസ്സിന് മടുപ്പ് വേണ്ട. നീ ഈ ലക്ഷ്യവുമായിട്ട് മുമ്പോട്ട് പോയിക്കൊള്ളുക. അതുകൊണ്ട് ഫസ്ബിർ, നീ ക്ഷമിക്കുക. അലാമാ യഖൂലൂന, അവർ പറയുന്നതിൽ നീ ക്ഷമിച്ചുകൊള്ളുക. വസബ്ബിഹ്, നീ അള്ളാഹുവിനെ വാഴ്ത്തുക. ബിഹംദി റബ്ബിക, നിന്റെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് തന്നെ നിന്റെ റബ്ബിനെ നീ വാഴ്ത്തുക, അഥവാ തസ്ബീഹ് ചൊല്ലുക. ഖബില, മുമ്പ്, തുലൂഇ ശംസി, സൂര്യൻ ഉദിക്കുന്നതിൻ്റെ മുമ്പ്, സൂര്യോദയത്തിൻ്റെ മുമ്പും, വഖബിലൽ ഉറൂബി, അസ്തമയത്തിൻ്റെ മുമ്പും ഒക്കെ നീ അള്ളാഹുവിനെ കീർത്തനം ചെയ്യുക, അവനെ വാഴ്ത്തുക. വമിനൽ ലൈലി, അതോടൊപ്പം തന്നെ രാത്രിയുടെ ഒരു ഭാഗത്തും, ഫസബ്ബിഹുഹു, അവനെ നീ വാഴ്ത്തുക. വഅദ്ബാറ സുജൂദ്, സുജൂദിനിടയിലും സുജൂദിൻ്റെ പിന്നിലും, സുജൂദുകളുടെ നിന്റെ സാഷ്ടാംഗത്തിൻ്റെ പിന്നിലായും നീ അവനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുക. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ആശ്വാസത്തിൻ്റെ വചനവും കൂടിയാണ്. അവരെങ്ങനെയൊക്കെ ഉണ്ടാവും, ഇങ്ങനെയൊക്കെ ചെയ്യും, ഉപദ്രവിക്കും.
എന്നാലും നിന്റെ മനസ്സിനൊരു പ്രയാസവും വേണ്ട, നീ ക്ഷമിച്ചു കൊള്ളുക. ആ ക്ഷമക്കുള്ള പ്രതിഫലം നിനക്ക് കിട്ടും. നീ ചെയ്യേണ്ടത് അവരെന്തൊക്കെ വൃത്തികേടുകൾ വേണ്ടാത്തരങ്ങൾ പറഞ്ഞാലും ശരി, ചെയ്താലും ശരി, നീ ക്ഷമിച്ചു കൊള്ളുക. ഒപ്പം അള്ളാഹുവിനെ നീ വാഴ്ത്തുക, സുബ്ഹാനല്ലാഹ് എന്ന് പറയുക. അതാണ് സബ്ബിഹ് വബിഹംദി ബിഹംദി റബ്ബിക എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ പറയുക. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നിന്റെ നമസ്കാരത്തിൻ്റെ വേളയിൽ, നമസ്കാരത്തിലേക്കുള്ള സൂചനയും കൂടിയാണെന്ന്. അത് സൂര്യോദയത്തിൻ്റെ മുമ്പ് പ്രഭാതത്തിൽ, അതുപോലെ സൂര്യ അസ്തമയത്തിൻ്റെ ആദ്യം പറഞ്ഞത് സൂര്യോദയത്തിൻ്റെ മുമ്പായിട്ട്, പിന്നെ സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ മുമ്പായിട്ടും. അപ്പോൾ രണ്ടറ്റങ്ങളിലായിട്ട്, രാവിൻ്റെയും പകലിൻ്റെയും ഒക്കെ രണ്ടറ്റങ്ങളിലായിട്ട്, അല്ലെങ്കിൽ പകലിൻ്റെ രണ്ടറ്റം. പിന്നെ സൂര്യോദയത്തിൻ്റെ തൊട്ട് മുമ്പ് എന്ന് പറയുന്നത് പകൽ ആരംഭിക്കുന്ന സമയമാണ്. സൂര്യോദയം നടന്നിട്ടില്ല, എന്നാലും പകലിലേക്ക് പ്രവേശിച്ചു. അതുപോലെ സൂര്യ അസ്തമിക്കുന്നതിൻ്റെ മുമ്പ്, അതും പകലിൻ്റെ അവസാനം. അപ്പോൾ പകലിൻ്റെ രണ്ടറ്റങ്ങളിലുമായിട്ട് നീ അള്ളാഹുവിന് പ്രകീർത്തനം ചെയ്യുക. അതുപോലെ തന്നെ രാത്രിക്കിടയിലും നീ പ്രകീർത്തനം ചെയ്യുക അള്ളാഹുവിന്. ഒപ്പം നിന്റെ സുജൂദ് അഥവാ നമസ്കാരം, അതാണ് സുജൂദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിന്റെ നമസ്കാരത്തിൻ്റെ പിന്നിലായിട്ട് അതിൻ്റെ ശേഷവും നീ അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുക. ഇത് അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള കൽപ്പനയാണെങ്കിലും നമുക്കൊക്കെയും ബാധകം തന്നെയാണ്. പരമാവധി അള്ളാഹുവിനെ സുബ്ഹാനല്ലാഹ് കീർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, അൽഹംദുലില്ലാ, അള്ളാഹു അക്ബർ തുടങ്ങിയിട്ടുള്ള തഹ്മീദുകളും തഹ്ലീലുകളും തസ്ബീഹുകളും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. അത് നമസ്കാരത്തിൻ്റെ ശേഷം പ്രത്യേകിച്ചും വർദ്ധിപ്പിക്കുക എന്ന സൂചനയാണ് ഇതിലൂടെ അള്ളാഹു നൽകുന്നത്. ഇപ്പോൾ സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കുക, സ്വർഗ നരകങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ട് ഇനിയും ഇത് ഉൾക്കൊള്ളാൻ തയ്യാറില്ലാത്തവർക്ക് മുൻഗാമികളുടെ ചരിത്രം അള്ളാഹു ബോധ്യപ്പെടുത്തി. അതും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ നേരമില്ലാത്തവർക്ക് ഓരോ മനുഷ്യനും ദുനിയാവിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രപഞ്ച യാഥാർത്ഥ്യങ്ങൾ, പ്രപഞ്ചത്തിലെ സത്യങ്ങളെപ്പറ്റി അള്ളാഹു എടുത്തു പറഞ്ഞു. ഇനിയും നിങ്ങൾ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ലേ എന്നാണ് അള്ളാഹു നമ്മളോട് ചോദിക്കുന്നത്. മുത്തഖികളായി ജീവിക്കുക, മരണം നമ്മുടെ മുമ്പിലുണ്ട് എന്ന് ഓർക്കുക, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉപദേശിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.